കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട മോഷണക്കേസ് പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതികൾ രക്ഷപ്പെടുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടത് മോഷണക്കേസ് പ്രതികളായ അച്ഛനും മകനും. മോഷണക്കേസിൽ വയനാട്ടിൽ നിന്ന് പിടികൂടി തിരുവനന്തപുരത്തേക്ക് എത്തിക്കും വഴിയാണ് പ്രതികൾ പോലീസിനെ കബളിപ്പിച്ച് ഇന്നലെ രക്ഷപ്പെട്ടത്. കൊല്ലത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന വ്യാജേന പുറത്തിറങ്ങിയ പ്രതികളായ പിതാവും മകനും കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു. ദിവസം 1 പിന്നിട്ടിട്ടും അയൂബ് ഖാനെയും മകൻ സൈതലവിയെയും കുറിച്ച് ഒരു വിവരവുമില്ല. രാത്രി വൈകി ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് നായയെ ഉപയോഗിച്ചും നടത്തിയ തെരച്ചിലിനും ഫലമുണ്ടായില്ല. സംഭവത്തിൽ പാലോട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കസ്റ്റഡിയിലുള്ള പ്രതികളെ വാഹനത്തിന് പുറത്തേക്കിറക്കിയപ്പോൾ ഉദ്യോഗസ്ഥർ ജാഗ്രത കാട്ടിയില്ല. കുപ്രസിദ്ധ മോഷ്ടാക്കളായ പ്രതികളെ വിശ്വസിച്ച് അവർ ആവശ്യപ്പെട്ടപ്പോൾ കൈവിലങ്ങ് അഴിച്ചുകൊടുത്തു. ഇത്തരത്തിൽ വീഴ്ചാ പരമ്പര തന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടായെന്നാണ് കണ്ടെത്തൽ. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. ഇവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോട്ടുക്കൽ ഫാമിലും ചോഴിയക്കോട് കുളത്തൂപ്പുഴ വനമേഖലയിലും ഓയിൽ പാം എസ്റ്റേറ്റിലുമാണ് ഇന്ന് പരിശോധനയ്ക്ക് വിദഗ്ധരായ പോലീസ് നായ്ക്കളുടെ സേവനം ഉപയോഗപ്പെടുത്തും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.